നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ഉണർന്നു. സ്റ്റാർ ലൈറ്റുകൾക്ക് ആവശ്യക്കാർ കൂടി. പ്രതീക്ഷയോടെ കച്ചവടക്കാർ. സംസ്ഥാനത്ത് ടൂറിസം സീസണിൽ ഉണർവ്. കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വിദേശ സഞ്ചാരികളും. ടൂറിസം അനുബന്ധ മേഖലകളിലും ആശ്വാസം. പൊതുകിണർ സംരക്ഷിച്ച കൊയിലാണ്ടിയിലെ സർക്കാർ സ്കൂൾ. മാതൃകയായി ജലം ജീവാമൃതം പദ്ധതി. പല്ലാരിമംഗലത്ത് വിളവെടുപ്പ് ഉത്സവം. 6 ഏക്കറിൽ കൃഷിയിറക്കി കുടുംബശ്രീ. സംസ്ഥാനത്ത് ടൂറിസം സീസൺ ഉണർന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ്. വിദേശ സഞ്ചാരികളും കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ധാരാളമായി എത്തുന്നുണ്ട്. ടൂറിസം സീസൺ സജീവമായതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും എത്തിത്തുടങ്ങി. ഇതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തിരക്കിലായി. വിദേശ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. എല്ലാ വർഷവും കേരളം സന്ദർശിക്കുന്നവരും നിരവധിയാണ്. കടൽ കാഴ്ചയുടെ മനോഹാരിത കാണാൻ ഓസ്ട്രിയയിൽ നിന്നും എത്തിയതാണ് ജോണും ഹെർമിയും. വിഴിഞ്ഞം തീരത്താണ് ഇവർ കഴിഞ്ഞ ദിവസം ചെലവഴിച്ചത്. 20 വർഷമായി ഇരുവരും മുടങ്ങാതെ കേരളത്തിലെത്തുന്നുണ്ട്. ഇങ്ങനെ 100 കണക്കിന് സഞ്ചാരികൾ പൂവാർ, വിഴിഞ്ഞം, വർക്കല തുടങ്ങിയ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇവർക്കായി പ്രത്യേക പാക്കേജുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും നൽകുന്നുണ്ട്. ക്രിസ്മസും ന്യൂ ഇയറും കേരളത്തിൽ ആഘോഷിച്ച ശേഷമാകും ഇവരുടെ മടക്കം. ന്യൂസ് 18 കോവളം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡ് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. ആധുനിക രീതിയിൽ നവീകരിച്ച കെട്ടിടമാണ് അടഞ്ഞുകിടക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡാണ് അധികൃതരുടെ അനാസ്ഥയിൽ അടഞ്ഞുകിടക്കുന്നത്. പുതിയ വാർഡ് തുറന്നു കൊടുക്കാത്തതിനാൽ കിടത്തി ചികിത്സ ആവശ്യമുള്ള കുട്ടികളെ ഇപ്പോൾ ICUവിലാണ് പ്രവേശിപ്പിക്കുന്നത്. പരിമിതമായ സൗകര്യങ്ങളുള്ള ICUവിൽ 9 കിടക്കകൾ മാത്രമാണുള്ളത്. കിടക്കകൾ ഒഴിവില്ലാതെ വന്നാൽ വരാന്തയിലും അത്യാഹിത വിഭാഗത്തിലുമാണ് കുട്ടികൾക്ക് ചികിത്സ നൽകുന്നത്. 40 കിടക്കകളുള്ള കുട്ടികളുടെ വാർഡ് 1 വർഷം മുൻപ് പൂർത്തിയാക്കിയെങ്കിലും അടഞ്ഞുകിടക്കുകയാണ്. വിവിധതരം പനി പടരുന്ന സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികൾ ദിവസവും ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. മതിയായ സൗകര്യമില്ലാത്തത് സാധാരണക്കാരെ വലയ്ക്കുകയാണ്. പത്തനംതിട്ട നഗരസഭയും പത്തനംതിട്ടയുടെ മണ്ഡലമായ ആറന്മുളയിൽ നിന്നും വിജയിച്ചു വന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയും തമ്മിലുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തുറന്നു കൊടുക്കാതെ ഇവരെ അടച്ചിട്ടിരിക്കുന്നത്. കിടത്തി ചികിത്സ ആവശ്യമുള്ള കുട്ടികളെ സ്ഥലപരിമിതി മൂലം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നതും പതിവായി. ദിവസവും 100 കണക്കിന് കുട്ടികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട്. നവീകരിച്ച കുട്ടികളുടെ വാർഡ് തുറന്നു കൊടുക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് ചന്തേര മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ആചാരപ്പെരുമയിൽ കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടന്നു. മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്നും ക്ഷേത്രം കോയ്മ മൂലഭണ്ഡാരം ഏറ്റുവാങ്ങി. 22 വർഷങ്ങൾക്ക് ശേഷം ചന്തേര മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ നടന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടന്നു. അരങ്ങിൽ അടിയന്തരത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം കോയ്മ CM നരേന്ദ്രൻ നായർ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനിൽ നിന്നും മൂലഭണ്ഡാരം ഏറ്റുവാങ്ങി. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുസന്നിധിയിൽ ഒത്തുചേർന്നവരെയെല്ലാം ഭഗവതിയുടെ പ്രതിപുരുഷന്മാർ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിച്ചു. ക്ഷേത്രത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തികളുടെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. മറ്റു മുച്ചിലോട്ടുകളിലെ ആചാരക്കാർ, സ്ഥാനികർ, വാലിയക്കാർ, കുടുംബാംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് പെരുങ്കളിയാട്ടം ഓഡിയോ വീഡിയോ കമ്മിറ്റി തയ്യാറാക്കിയ ചന്തേര മാംഗല്യം ഓഡിയോ ആൽബം പ്രകാശനം ചെയ്തു. കരിവെള്ളൂർ മുച്ചിലോട്ട് വല്യച്ഛൻ പ്രമോദ് കോമരത്ത് നൽകി നടി ചിത്ര നായർ പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് 18 പിലിക്കോട്. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ വിപണി ഉണർന്നു. സ്റ്റാർ ലൈറ്റുകളുടെ വിപണി തന്നെയാണ് ഇപ്രാവശ്യവും താരം. റെഡിമെയ്ഡ് പുൽക്കൂടുകളും
വെറൈറ്റി ഡെക്കറേഷൻ ഐറ്റംസും ട്രീയും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. അലങ്കാര ലൈറ്റുകൾ, നക്ഷത്രങ്ങൾ, ക്രിസ്മസ് ട്രീ, കേക്കുകൾ തുടങ്ങി ക്രിസ്മസിനെയും ന്യൂ ഇയർ ആഘോഷങ്ങളെയും വരവേൽക്കാനുള്ളതെല്ലാം വിപണിയിലെത്തിയിട്ടുണ്ട്. നക്ഷത്ര വിളക്കുകളുടെ വിപണിയിൽ LED, നിയോൺ നക്ഷത്രങ്ങൾക്കും ചുവപ്പും വെള്ളയും ഇടകലർന്ന വാൾ നക്ഷത്രങ്ങൾക്കുമാണ് ആവശ്യക്കാരേറെ. ചെറിയ സൈസിലുള്ള 10 രൂപ വിലയുള്ളവ മുതൽ 1000-ന് മുകളിൽ വിലയുള്ള കടലാസ് നക്ഷത്രങ്ങളും LED നക്ഷത്രങ്ങളും വിപണിയിലുണ്ട്. റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കുമുണ്ട് ആവശ്യക്കാർ. തടിയിലും മുളയിലും തീർത്ത പുൽക്കൂടുകളാണ് വിപണിയിലുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, തെർമോകോൾ, ഈറ്റ, ചൂരൽ, ഹാൻഡ്ബോർഡ് എന്നിവയ്ക്ക് പുറമെ ഫൈബറിൽ തീർത്ത പുൽക്കൂടുകളും സുലഭമാണ്. റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകൾക്ക് 350 രൂപ മുതലാണ് വില. 3000 വരെ വിലയുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിലുണ്ട്. അലങ്കാര വസ്തുക്കൾക്ക് പൊള്ളുന്ന വിലയാണ്. എന്നാലും ക്രിസ്മസ് ട്രീകൾ ഭംഗിയാക്കാൻ ക്രിസ്മസ് ബോളുകളും സമ്മാന പൊതികളും മണികളും കുഞ്ഞു നക്ഷത്രങ്ങളും ഒക്കെ തേടി ആളുകൾ എത്തുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റാറുകളും മറ്റുള്ള ക്രിസ്മസിനനുസരിച്ച് ഒപ്പൂപ്പൻ്റെ ഐറ്റംസും ട്രീ ഡെക്കറേഷൻ സാധനങ്ങൾ, പിന്നെ അതുപോലെ പേപ്പർ സ്റ്റാറുകൾ, വെറൈറ്റി മോഡലുകൾ വന്നിട്ട് ചുരുങ്ങിയ ലെവലിൽ കൊടുക്കുന്നുണ്ട്. പുതിയ പുതിയ മോഡൽ സ്റ്റാറുകളുണ്ട്. ഡിസ്പ്ലേ ഇഷ്ടം പോലെ നമുക്ക് LED-ക്കാണ് കൂടുതൽ കസ്റ്റമർ, കാരണം പുതിയ വെറൈറ്റി മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കസ്റ്റമേഴ്സ് അവരോട് താല്പര്യം. തെരുവിലും കടകളിലുമെല്ലാം സാന്താക്ലോസ് വേഷവും കിട്ടാനുണ്ട്. 260 രൂപ മുതൽ 1200 രൂപ വരെ വിലയുള്ള സാന്താക്ലോസ് വേഷങ്ങൾ വിപണിയിലുണ്ട്. മറ്റൊന്ന് മുഖമൂടികളും തൊപ്പികളുമാണ്. 100 രൂപ മുതൽ 260 രൂപ വരെയാണ് മുഖമൂടിയുടെ വില. കുഴപ്പമില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസിനോട് അടുക്കുമ്പോൾ നല്ല കച്ചവടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. അധികൃതരുടെ അനാസ്ഥയിൽ ജനരോഷം ശക്തമാണ്. തൊടുപുഴ പുളിയൻമല പ്രധാന പാതയിൽ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം 450 മീറ്റർ മാത്രമാണ്. ദിവസവും 1000-ലധികം പേർ ചികിത്സ തേടിയും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി എത്തുന്നുമുണ്ട്. രോഗിയുമായി എത്തുന്ന വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. മെഡിക്കൽ കോളേജ് റോഡിന്റെ അവസ്ഥയ്ക്കെതിരെ വിവിധ പ്രതിഷേധങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം ഓട്ടോ തൊഴിലാളികൾ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. 5 വർഷമായി റോഡ് തകർന്നിട്ട്. അധികൃതരാകട്ടെ പരാതികളോടൊക്കെ മുഖം തിരിക്കുകയാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ അവർ ഇവിടെ ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞു വെച്ച പോസ്റ്ററുകൾ മാത്രം ഇതിന്റെ പൈസ ഉപയോഗിച്ചിരുന്നാൽ ഈ 400 മീറ്റർ റോഡും ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി മാറ്റുകയും നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വവും മറുപടിയുമാകും അതിന് കെടുതി വരുത്തുകയാണ്. ഇത് തുടർന്നാൽ ഇവിടുത്തെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാകും. ജില്ലയിലെ ജനപ്രതിനിധികളോടും ജില്ലാ ഭരണകൂടത്തോടും ജനങ്ങൾ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. റോഡ് നന്നാക്കാൻ അടിയന്തര ഇടപെടലാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. എറണാകുളം പല്ലാരിമംഗലം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ വിവിധ കൃഷികളുടെ വിളവെടുപ്പ് നടന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 6 ഏക്കറിൽ ആയിരുന്നു കൃഷി. വിഷരഹിത പച്ചക്കറി ഉൽപാദനമാണ് ലക്ഷ്യം. പുല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കൃഷി ഇറക്കിയത്. 6 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി. കുടുംബശ്രീ അംഗങ്ങൾ നടത്തിയ കൃഷി 100 മേനി വിളവ് നൽകി. കപ്പ, കൂർക്ക, ചേമ്പ്, വാഴ, ചേന, വിവിധ പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിളവെടുപ്പ് തുടങ്ങി. പഞ്ചായത്തിൽ തരിശു കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്താണ് കുടുംബശ്രീ പ്രവർത്തകർ കൃഷി ഇറക്കുന്നത്. വാർഡ് മെമ്പർ സീനത്ത് മൈദീന്റെ നേതൃത്വത്തിൽ സുഷമ മധു, ഷെല്ലി സണ്ണി, മേരി മാത്യു എന്നിവർക്കാണ് പരിപാലന ചുമതല. കൃഷിഭവന്റെ സഹായവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. വിഷരഹിത പച്ചക്കറികൾക്കാണ് തങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് കർഷക കൂട്ടായ്മയിലെ ഷെല്ലി സണ്ണി പറഞ്ഞു. നമ്മുടെ ഓരോ ജനതയുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ചുമതല. അതിൽ നിന്നെല്ലാം വിമുക്തി നേടാൻ വേണ്ടി ഞങ്ങൾ വിഷരഹിതമായ പച്ചക്കറികൾ എല്ലായിടത്തും ഞങ്ങൾ എത്തിക്കുന്നുമുണ്ട്, കടകളിലുമൊക്കെ. കൃഷി നല്ല ലാഭകരമായി ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് CDS മെമ്പർ സുഷമ മധു പറയുന്നു. ധാരാളം വിളവുകൾ എടുക്കുന്നുണ്ട്. കൃഷി കൊണ്ട് വളരെ മെച്ചമാണ് ഈ JLG ഗ്രൂപ്പുകൾക്ക്. അതുപോലെ ഞങ്ങൾക്ക് ജില്ലാ മിഷന്റെ ഫണ്ടായിട്ട് JLGക്ക് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ ഒരു 3 ലക്ഷം രൂപയാണ് ഇപ്പൊ ഞങ്ങൾക്ക് JLGക്ക് അനുവദിച്ചേക്കണം. അത് ഓരോ ഗ്രൂപ്പുകാരും അതെടുത്ത് JLG നടത്തുന്നുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ പാട്ടത്തിലെടുത്ത് കൃഷി വ്യാപിപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ സീനത്ത് മൈദീൻ പറഞ്ഞു. എല്ലാം തന്നെ 100 മേനിയിൽ കൃഷി വിളവെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ എല്ലായിടത്തും തന്നെ ഞാൻ പോകാറുണ്ട്. ഇനി അടുത്ത വർഷവും പാട്ടത്തിന് ഇതിൽ കൂടുതൽ കൃഷി
സ്ഥലങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ന്യൂസ് 18 പല്ലാരിമംഗലം. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി എൻ ഗന്യ. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഗന്യ മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാനും യോഗ്യത നേടി. എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തായ്ക്കൊണ്ടയിൽ സ്വർണം നേടി അഭിമാനമായിരിക്കുകയാണ് ഗന്യ. 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ 50-65 കിലോ വിഭാഗത്തിൽ മത്സരിച്ചാണ് ഒന്നാം സ്ഥാനം നേടിയത്. ഇതോടെ മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ യോഗ്യതയും നേടി. യോധ അക്കാദമിയിൽ ജയൻ പൊയ്നാച്ചിയുടെ കീഴിലാണ് ഗന്യ പരിശീലനം നേടിയത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്പോർട്സിൽ താൽപര്യം കാണിച്ചു തുടങ്ങിയതോടെ ഗന്യയെ തായ്ക്കൊണ്ട പരിശീലനത്തിന് വിടുകയായിരുന്നു. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയാണ് എൻ ഗന്യ. 6 കൊല്ലമായി യോധ തായ്ക്കൊണ്ട അക്കാദമിയിൽ തായ്ക്കൊണ്ട പഠിക്കുന്നുണ്ട്. നമ്മളെ സർ ജയൻ പൊയ്നാച്ചി അവർ നമ്മളെ ഇവിടുത്തെ വരെ എത്തിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ പ്രാക്ടീസും നൽകിയിട്ടുണ്ട്. ഇവള് ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എറണാകുളം പോയിട്ട് ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നാഷണൽ ലെവലിൽ ഭോപ്പാൽ മധ്യപ്രദേശിൽ ഇവിടെ പോകാനുണ്ട്. അതിനെനിക്ക് നല്ല സന്തോഷമുണ്ട് ഗോൾഡ് കിട്ടിയെന്ന് ഇവൾക്കും. കാസർകോട്ടെ കറന്തക്കാട് സ്വദേശി ബി നവീൻ കുമാറിന്റെയും രാജേശ്വരിയുടെയും മകളാണ് ഗന്യ. ന്യൂസ് 18 കാസർഗോഡ്. തൃശൂർ ചാവക്കാട് തിരുവത്രയിൽ സ്നേഹഭവനം ഒരുങ്ങി. വീട് പൊളിച്ചു മാറ്റുന്നതിനിടയിൽ സ്ലാബ് വീണ് മരിച്ച NV സുനിൽകുമാറിനാണ് കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകിയത്. 2021 ഓഗസ്റ്റ് 8 കാലവർഷക്കെടുതിയിൽ തകർന്ന സ്വന്തം വീട് പൊളിക്കുന്നതിനിടെയാണ് സുനിൽകുമാർ സ്ലാബ് വീണ് മരിച്ചത്. സുനിൽകുമാറിന്റെ വീടിന്റെ ദുരിതം കണ്ടറിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ സുനിൽകുമാർ ഭവന നിർമ്മാണ സമിതി രൂപീകരിക്കുകയും തുടർന്ന് ഫണ്ട് സമാഹരിച്ച് വീട് നിർമ്മിക്കുകയുമായിരുന്നു. 900 സ്ക്വയർ ഫീറ്റ് വീട് 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. വീടിന്റെ താക്കോൽദാനം രമേശ് ചെന്നിത്തല നിർവഹിക്കും. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനാകും. മറ്റ് നേതാക്കളും പങ്കെടുക്കും. സുനിയെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ നാട്ടിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും എല്ലാം കൂടി സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പൂർണ്ണമായിട്ട് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ചാവക്കാട് നഗരസഭ 3-ാം വാർഡിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് 18 ഗുരുവായൂർ. കേരളോത്സവ നടത്തിപ്പിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് വലിയ അനാസ്ഥയെന്ന് ആരോപണം. സംഭവത്തിൽ ക്ലബ്ബുകളും തദ്ദേശ സാരഥികളും പ്രതിഷേധിച്ചു. കൃത്യമായി വിവരങ്ങൾ നൽകിയില്ലെന്നും സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. കേരളോത്സവത്തിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ക്ലബ്ബുകളോടും മത്സരാർത്ഥികളോടും നിരുത്തരവാദപരമായി പെരുമാറിയെന്ന ആക്ഷേപവുമായി തദ്ദേശ സാരഥികളും ക്ലബ്ബുകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. കേരളോത്സവത്തിൽ ജില്ലയിൽ 2-ാം സ്ഥാനമാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നേടിയത്. എന്നാൽ 2-ാം സ്ഥാനം നേടിയെടുക്കാൻ പരിശ്രമിച്ച വിദ്യാർത്ഥികളെ അവഗണിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് പരാതി. മത്സരാർത്ഥികൾക്ക് യാത്രാ ചെലവ് നൽകുകയോ ഭക്ഷണ സൗകര്യം ഒരുക്കുകയോ ചെയ്തില്ല. കായിക താരങ്ങൾക്ക് ജേഴ്സി നൽകിയില്ലെന്നും പരാതിയുണ്ട്. മത്സര സമയക്രമം മാറ്റിയത് കാരണം പല മത്സരാർത്ഥികൾക്കും നിരാശരാകേണ്ടി വന്നു. വിജയികളെ അവഗണിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് തദ്ദേശ സാരഥികൾ പറയുന്നു. നമ്മൾ വേണ്ടത്ര ഈ ജില്ലാ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് PA അടക്കം ജേഴ്സി അടക്കം വിവരങ്ങൾ നൽകുന്നതിൽ ഇപ്പോൾ ബാസ്ക് പൂവക്കോട് ക്ലബിന്റെ ഒരു പ്രതിനിധിയെ അന്ന് വിളിക്കുകയാണ്. രാവിലെ വിളിച്ചതിന്റെ ഒരു കാരണം അവർ പറഞ്ഞത് അവിടെ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചവരെത്തി ആ മത്സരം ഒന്ന് മാറ്റിവെച്ചു. ഒരു വിവരം അറിഞ്ഞിട്ടില്ല. മത്സരാർത്ഥികളെയും പഞ്ചായത്തിനെയും അവഗണിച്ചതായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ട്രോഫി ഓങ്ങല്ലൂർ പഞ്ചായത്തിലുണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലയെന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് സ്ഥാനാണോ സെക്കൻഡ് ആണോ എന്നുള്ളത് ഞങ്ങൾക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ വേറൊരു മീറ്റിംഗിലായിരുന്നു, അതുകൊണ്ടാണ് കഴിഞ്ഞ കൊടിന് വരാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് പോയിന്റ് നില അറിയാൻ ഒരു ഞങ്ങളാ ഗ്രൂപ്പിലുണ്ട്, ഗ്രൂപ്പൊന്നും അറിഞ്ഞിട്ടില്ല. ഓങ്ങല്ലൂർ എന്തോ മാറ്റിവെച്ച പോലെ എനിക്ക് തോന്നുന്നു. സംഭവത്തിൽ വിജയം നേടിയ ക്ലബ് ഭാരവാഹികളും തദ്ദേശ സാരഥികളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനുമോദന സദസ്സ് ബഹിഷ്കരിച്ചു. നമ്മളെ ഒരു തരത്തിലും അറിയിക്കാതെ ഉള്ള ഒരു സമ്മാനദാനമാണ് ഇപ്പോൾ നടന്നത്. ക്ലബ്ബുകളുടെ പോയിന്റോ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പോയിന്റോ ഇതുവരെ അറിയിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നം നിലനിൽക്കുന്നത് ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടി അവിടെ ചിറ്റൂര് വെച്ചിട്ടാണ്, കുഴൽമന്ദത്ത് വെച്ചിട്ടാണ് പരിപാടി നടന്നത്. രാവിലെ കുട്ടിയുടെ അച്ഛനെയും കൂട്ടിയിട്ട് അവിടെ എത്തുകയാണ്. ആ സമയത്താണ് ആ പരിപാടി 9-ാം തീയതി PSC ഉള്ളത് കാരണം 10-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 3 ദിവസം മുന്നേ അത് അറിയിച്ചതാണ്. അതിൻ്റെ ഒരു വിവരം നമുക്ക് ആ കുട്ടിക്കോ രക്ഷിതാവിനോ ഞങ്ങൾ ക്ലബിൻ്റെ ഭാരവാഹികൾക്കോ തന്നില്ല. കേരളോത്സവ വിജയികൾക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിലാണ് പ്രതിഷേധമുണ്ടായത്. ജില്ലയിൽ 2-ാം സ്ഥാനം നേടിത്തന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി വളരെ ചുരുങ്ങിയ രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 പട്ടാമ്പി.
കോതമംഗലം പ്രസ് ക്ലബിന്റെ പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പ്രസ് ക്ലബ്ബ് ഭാരവാഹികളായി ജോഷി അറയ്ക്കൽ, KP കുര്യാക്കോസ് എന്നിവരെയും രക്ഷാധികാരിമാരായി സോണി നെല്ലിയാനിയെയും CA സോമനെ സെക്രട്ടറിയായും ജിജോ ജോർജിനെ ട്രഷറർ ആയും തെരഞ്ഞെടുത്തു. PP മുഹമ്മദ്, അയിരൂർ ശശീന്ദ്രൻ, PC പ്രകാശ്, KA സൈനുദ്ദീൻ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. പൊതു ഇടം സംരക്ഷിക്കേണ്ട പാഠം കുട്ടികൾക്ക് നൽകുകയാണ് കൊയിലാണ്ടി കോതമംഗലം ഗവൺമെന്റ് LP സ്കൂൾ PTA-യും കൊയിലാണ്ടി നഗരസഭയും. സമീപത്തെ കാടുമൂടി മാലിന്യം വലിച്ചെറിഞ്ഞ് മലിനമായ കിണറിനെയും പരിസരത്തെയും പുതുമുഖം നൽകി സംരക്ഷിച്ചിരിക്കുകയാണ്. ജലം ജീവാമൃതം സംരക്ഷിക്കാം പുതുതലമുറയ്ക്കായി പദ്ധതിയിലൂടെയാണ് ഈ പ്രവൃത്തി. 1915 തലശ്ശേരി താലൂക്കായിരുന്നപ്പോൾ നിർമ്മിച്ചതാണ് പൊതുകിണർ. 108 വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്നു. സമീപ പ്രദേശത്തു നിന്നും കച്ചവടത്തിനും മറ്റാവശ്യങ്ങൾക്കും ടൗണിലെത്തുന്നവർക്കും പരിസരത്തെ സ്ഥാപനങ്ങൾക്കും സമീപത്തെ വീട്ടുകാർക്കും പ്രയോജനപ്പെടുന്ന ജലസ്രോതസ്സായിരുന്നു. ഇടക്കാലത്ത് ഉപയോഗിക്കാതെ കാടുകയറി നാശത്തിന്റെ വക്കിലായിരുന്നതോടെയാണ് നഗരസഭയും സ്കൂൾ PTA-യും ചേർന്ന് സംരക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് വാർഡ് കൗൺസിലർ M. ദൃശ്യ പറഞ്ഞു. ഏറെ കാലമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ ഒരു കിണറും അതിൻ്റെ പരിസരവും വളരെ മലിനമാക്കപ്പെട്ട രീതിയിൽ ഒരുപാട് ആളുകൾ മദ്യപാനവും പുകവലിയും മറ്റ് പല പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം ഇത്ര മനോഹരമാക്കി മാറ്റുന്നതിൽ നമ്മുടെ ശില്പിയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ PTA-യും മുൻകൈ എടുത്തിട്ടുണ്ട്. താമരശ്ശേരി കൊയിലാണ്ടി ബാപ്പൻകാട് റോഡിലെ സ്കൂൾ വഴിയോട് ചേർന്ന പൊതു ഇടത്തെ കാടും മാലിന്യങ്ങളും മാറ്റി ചുറ്റും സംരക്ഷണ വേലി തീർത്ത് ഗാന്ധി പ്രതിമയും കിണറും ഭംഗിയാക്കി. ആൾമറയും പരിസരവും കൊയിലാണ്ടിയുടെ ചരിത്രാതീതമായ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളായാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കാപ്പാടെത്തിയ വാസ്കോഡഗാമയും പഴയ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനും പാറപ്പള്ളിയും കൊല്ലം പിഷാരിക്കാവ് ക്ഷേത്രവും ബപ്പൻകാട് ചന്തയും ഉത്സവ കാഴ്ചകളും ശില്പി ബിജു കലാലയത്തിന്റെ മേൽനോട്ടത്തിൽ മികവോടെ പൂർത്തീകരിച്ചതായി PTA പ്രസിഡന്റ് PM ബിജു പറഞ്ഞു. നമ്മളുടെ മക്കൾക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു പൊതു സന്ദേശമായിട്ട് പൊതു ഇടങ്ങളെ മലിനമാക്കാതെ സംരക്ഷിച്ച് നിലനിർത്താം എന്നുള്ള ഏറ്റവും നല്ല ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ള നിലയ്ക്കാണ് കോതമംഗലം PTA ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. MLA കാനത്തിൽ ജമീല ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് K. സത്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊയിലാണ്ടി. തിരുവനന്തപുരം നഗരസഭയുടെ നിർമ്മാണത്തിനിടെ MG രാധാകൃഷ്ണന്റെ കുടുംബ വീടിന്റെ ചുറ്റുമതിലും കാർ ഷെഡിന്റെ ഒരു ഭാഗവും പൊളിഞ്ഞു വീണു. തൈക്കാട് MG രാധാകൃഷ്ണൻ റോഡിലെ വീടിനാണ് കേടുപാട് പറ്റിയത്. അശ്രദ്ധമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണം എന്നാണ് പരാതി. തൈക്കാട് ശാസ്താനഗറിലാണ് MG രാധാകൃഷ്ണന്റെ MG ശിവകുമാറിന്റെ കുടുംബ വീട്. അവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ MG രാധാകൃഷ്ണന്റെ മകൻ ആണ്, അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ റോഡ് പണി നടക്കുകയാണ്. റോഡിലെ നഗരസഭയുടെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പണിയാണ്. അതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ വീടിന്റെ ഒരു ഭാഗം, അതായത് കാർ ഷെഡ് ഉൾപ്പെടുന്ന ഭാഗമാണ് പൂർണ്ണമായും ഈ ഓടയ്ക്ക് വേണ്ടി കുഴിയെടുക്കുമ്പോൾ പൂർണ്ണമായും പൊളിഞ്ഞു പോയത്. മതിലും പൊളിഞ്ഞിവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത് ആദ്യം തന്നെ ഈ ഒരു പണി നടക്കുമ്പോൾ വീടിന്റെ ഭാഗം പൊളിഞ്ഞു പോകാനിടയുണ്ട് എന്ന തരത്തിലുള്ള പരാതി പറഞ്ഞു. പക്ഷെ അത് ശ്രദ്ധിക്കാതെ വീണ്ടും ഈ പണിയിലേക്ക് പോയതാണ് പൊളിയാൻ കാരണം. നോക്കി കുഴിക്കണേ, കുഴിച്ചില്ലെങ്കിൽ അപകടം വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാനും പറഞ്ഞു, രാവിലെ ഞാനാണ് ആദ്യം വന്നത്. അപ്പൊ പറഞ്ഞിരുന്നു, അവരെല്ലാം ശരിയെന്നൊക്കെ പറഞ്ഞാണ് ചെയ്തത്. പക്ഷെ ഇതെന്ത് പറ്റിയെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വലിയ സങ്കടമായിപ്പോയി. അവര് പക്ഷെ നന്നാക്കി തരാമെന്ന് പറയുന്നുണ്ട്. നേരത്തെ എന്തോ കുഴിക്കുമ്പോഴും പറഞ്ഞു അപകടം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനും മകളും. ഞങ്ങള് വന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് ഈ സംഭവം. ഇത് റീസെന്റ് ആയിട്ട് പണി ചെയ്ത സാധനമാണിത്. ഇതിപ്പോ ഒരു 6 മാസം ആയിട്ടില്ല, ഒരു 5 മാസം ആയിട്ടുള്ളൂ പണി കംപ്ലീറ്റ് ആയിട്ട്. എത്ര ചിലവാക്കി ചെയ്തത്? എത്ര ചിലവായത്? ലക്ഷക്കണക്കിന് രൂപ ചിലവായ സാധനമാണിത്. ഇത് പഴയ മുതൽ പൊളിച്ചിട്ട് വൃത്തിയായിട്ട് അടിയിൽ നിന്ന് ഒന്നിന് ചെയ്ത സാധനമാണ്. ഇത് നന്നായിട്ട് അടിയിൽ നിന്ന് ചെയ്ത് ഏകദേശം 55 സെന്റിമീറ്ററോളം വീതിയുള്ള ഒരു പാറകെട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ മേളിൽ കെട്ടി മണ്ണിന്റെ മേളിൽ വരെ അതേ പൊക്കത്തിൽ, മണ്ണിന്റെ പൊക്കത്തിൽ 55 സെന്റിമീറ്റർ വീതിയിൽ പാറകെട്ടുണ്ടായിരുന്നു. അതിന്റെ മേളിൽ ആണ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന്റെ മേളിലാണ് മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് പൊളിക്കുന്ന സമയത്ത് അവരോട് സംസാരിച്ചതാണ്. ഈ മതിൽ ചെയ്യുന്ന സമയത്ത് ദയവ് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇത് പുതിയതായിട്ട് കെട്ടിയ മതിലാണ്, മേളിൽ നിന്ന് മണ്ണ് ഇരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഈ സാധനം ഈ സൈഡിലൊക്കെ പൊളിക്കുന്ന സമയത്ത് അകത്ത പാറ പൊളിയാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാണ് ഈ പോർഷന്.
അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള ഒറ്റ വാക്കിന്റെ പുറത്താണ് അവർ ചെയ്യാൻ തുടങ്ങിയത്. ഉച്ചവരെ നിൽക്കുന്ന സമയത്ത് വരെ അവർ ശ്രദ്ധിച്ച് ചെയ്തു. ഇവിടെ നാളെ പോയതിന് ശേഷമാണ് അവർ ഈ തരത്തിൽ ചെയ്തത്. അതിന്റെ കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ സംസാരിച്ചതാണ് അവരോട്. സംസാരിച്ചതിന് ശേഷമാണ് ഈ പണി ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് പോയത്. ഇപ്പൊ എന്താ പറയുന്നത്? പൊളിഞ്ഞു വീടുന്നുണ്ടായിരുന്നു, പൊളിഞ്ഞു വീടുമ്പോഴാണുണ്ട്, ശക്തമായി പുലിയുണ്ട്. ആ പഴയ മതിൽ ഉൾപ്പെടെയുള്ള പില്ലർ അവിടെ നിന്ന് പൊളിഞ്ഞ് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ വാട്ടർ ലൈൻ ഉണ്ടായിരുന്നു. അവരോട് പ്രത്യേകം വാട്ടർ ലൈൻ കാണിച്ചു കൊടുത്തതാണ്. ഇവിടെ വാട്ടർ ലൈൻ ഉണ്ട്, സൂക്ഷിച്ച് ചെയ്യണമെന്ന്. ആ വാട്ടർ ലൈൻ പൊട്ടിച്ചു. ആ പൊട്ടിയതിന്റെ ഭാഗമായിട്ടുള്ള പ്രഷറിലാണ് വെള്ളം എല്ലാം കൂടെ വന്നിട്ട് ഈ മണ്ണ് കംപ്ലീറ്റ് അതിന്റെ ഉള്ളിലേക്ക് ഒഴുകി താഴേക്ക് പോയി. ആ മതിൽ അതുകൂടി പൊളിഞ്ഞ് താഴേക്ക് വീഴാണ് ഉണ്ടായത്. കാറൊക്കെ അവിടെ കിടക്കായിരുന്നു. ഈ പോർച്ചുഗൽ കാർ ഉണ്ടായിരുന്നു. കാർ ഷെഡ് പൊളിഞ്ഞ് ഓട് ഉൾപ്പെടെ വന്നിട്ട് അത് നേരെ ഈ ഒരു കാറിന്റെ പുറത്തേക്ക് വീട് ഡാമേജ് ആവുകയാണ് ചെയ്തത്. ഇതാണ് ഓട നിർമ്മാണത്തിനായി എടുത്ത കുഴിയാണ്. അപ്പോൾ തന്നെ വീട്ടുകാർ പറഞ്ഞു, ഇവിടെ ഉള്ളവർ പറഞ്ഞു ഇത് അപകടമാകും, ശ്രദ്ധയോടെ ചെയ്യണം. പക്ഷേ അങ്ങനെ ചെയ്തില്ല. അതിന്റെ ഫലമാണ് ഇവിടെ ഈ രീതിയിലുള്ള വലിയ നാശനഷ്ടമുണ്ട്. നമുക്കറിയാം ഈ വീട് പ്രസിദ്ധമാണ്. തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ചും എം.ജി. ശ്രീകുമാറിന്റെയും എം.ജി. രാധാകൃഷ്ണന്റെയും ഒക്കെ കുടുംബ വീടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ പ്രശസ്തമായ വീടാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അധികൃതരുടെ അശ്രദ്ധ ഈ ഒരു അപകടമുണ്ടാക്കിയിരിക്കുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള പഞ്ചവർണ്ണ തത്തയെ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച് പണം തട്ടിയ ആൾ പിടിയിൽ. തിരുവനന്തപുരം വടശ്ശേരിക്കോണത്ത് ഫേസ്ബുക്ക്, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തത്തയുടെ ഫോട്ടോ സഹിതം പരസ്യം നൽകി ലക്ഷങ്ങൾ തട്ടിയ നിവിൻ ഫെർണാണ്ടസ് ആണ് പിടിയിലായത്. വളാഞ്ചേരി സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. വീട്ടിൽ വളർത്താൻ പറ്റിയ പഞ്ചവർണ്ണ തത്തയെ വിൽപ്പനയ്ക്കുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് പണം തട്ടി മുങ്ങിയെന്ന വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം വടശ്ശേരിക്കോണം സ്വദേശി നിവിൻ ജെ ഫെർണാണ്ടസ് എന്ന റിയാസിനെ തമിഴ്നാട്ടിൽ നിന്നാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന പഞ്ചവർണ്ണ തത്തകളെ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളെ നിവിൻ കബളിപ്പിച്ചതായി പരാതിയുണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഓൺലൈനായും പഞ്ചവർണ്ണ തത്തകൾ വിൽപ്പനയ്ക്ക് എന്ന് പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ്. 3.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന കരാറാക്കി പലരിൽ നിന്നായി പണം വാങ്ങി. തുടർന്ന് റിയാസിന്റെ വിവരം ഇല്ലാതായതോടെ ഇരുമ്പിളിയം സ്വദേശി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. പരാതിക്കാരനായ യുവാവ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ നിരവധി ആളുകൾ റിയാസിന്റെ ചതിക്ക് ഇരയായതായി മനസ്സിലായി. ഇതോടെ കൂടുതൽ ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. സമാന സ്വഭാവമുള്ള എല്ലാ പരാതികളും ഒറ്റക്കേസായി രജിസ്റ്റർ ചെയ്താണ് പോലീസ് അന്വേഷണം. പരാതിക്കാരനായ ഇരുമ്പിളിയം സ്വദേശിയിൽ നിന്ന് 2 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത ശേഷം ഇയാൾ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. പരാതിക്കാരനും സുഹൃത്തുക്കളും തന്ത്രപൂർവ്വം നടത്തിയ നീക്കത്തിനൊടുവിൽ പ്രതി ഒളിവിൽ കഴിയുന്ന സ്ഥലം കണ്ടെത്തി പോലീസിനെ വിവരമറിയിച്ചു. നിരവധി പേരെ തട്ടിപ്പിനിരയാക്കി മുങ്ങിയ ചരിത്രമുള്ള നിവിന്റെ പേരിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ആലപ്പുഴ ചേർത്തലയിൽ മദ്യപിച്ച് വണ്ടിയോടിച്ച യുവാവ് വിവിധ വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. ചേർത്തല പൂച്ചാക്കൽ റോഡിൽ അരുക്കുറ്റി ഭാഗത്ത് വെച്ച് അമിത വേഗതയിൽ എത്തിയ കാർ 10 വാഹനങ്ങളിലാണ് ഇടിച്ചത്. 11 പേർക്ക് പരിക്കേറ്റു. നിർത്താതെ പോയ കാർ നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടിച്ചെടുത്തത്. വൈക്കം ഉദയനാപുരം സ്വദേശി ദീപൻ ആണ് പിടിയിലായത്. ഉച്ചയ്ക്ക് 11:30 മുതൽ 12:30 വരെയായിരുന്നു നാടിന് വിറപ്പിച്ച കാറോട്ടം. അരൂരിൽ വെച്ച ദീപന്റെ കാർ മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് അരൂക്കുറ്റി റൂട്ടിലേക്ക് കടക്കുകയായിരുന്നു. വിവരം പൂച്ചാക്കൽ പോലീസിന് ലഭ്യമായതോടെ സ്റ്റേഷന് മുന്നിൽ വാഹനം കസ്റ്റഡിയിലെടുക്കാനായി പോലീസ് തയ്യാറായി നിന്നു. എന്നാൽ പോലീസിന് നേരെ പാഞ്ഞെടുത്ത കാർ നിർത്താതെ കടന്നുപോയി. തലനാരിഴയ്ക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത്. പോലീസ് പിന്നാലെ പിന്തുടർന്നെങ്കിലും ആളുകളെയും വാഹനങ്ങളെയും ഇടിച്ചിട്ട് കാർ മുന്നോട്ട് കുതിച്ചു. 8 ഇരുചക്ര വാഹനങ്ങളും 2 കാറും 1 ഓട്ടോയും ഇതിനിടയിൽ ഇടിച്ചു വീഴ്ത്തി. 11 പേർക്കാണ് പരിക്ക്. തവണക്കടവ് പള്ളിച്ചന്ത വഴി ചേർത്തല റൂട്ടിലേക്ക് കടന്ന വാഹനം തണ്ണീർമുക്കം റോഡിൽ വാരനാട് കവലയ്ക്ക് സമീപം മറ്റൊരു കാറിൽ ഇടിച്ചാണ് നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങി വന്ന ദീപൻ നായർ പോലീസിനെയും നാട്ടുകാരെയും വീണ്ടും ഉപദ്രവിച്ചു. ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ കീഴടക്കിയത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അരൂരിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ വാഹനം നിരവധി വാഹനങ്ങളിൽ ഇടിച്ചതായാണ് വിവരം. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. കൊച്ചി ചേരാനെല്ലൂരിൽ അർദ്ധരാത്രി കടയിൽ കയറി വെട്ടുകത്തിയുമായി ഗുണ്ടാ നേതാവിന്റെ പരാക്രമം. ചേരാനെല്ലൂരിലെ ബേക്കറി ഉടമ ബഷീറിനാണ് മർദ്ദനമേറ്റത്. ബഷീറിന്റെ ഭാര്യ ഹസീനയെ വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമം നടന്നു. 40ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തൃശൂർ സ്വദേശി ഹരീഷ് കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു.
വെള്ളിയാഴ്ച രാത്രി 11:30 ചേരാനെല്ലൂരിലെ തിയ ബേക്കറിയിലാണ് വെട്ടുകത്തിയുമായി ഹരീഷും കൂട്ടാളിയും എത്തിയത്. ബേക്കറി ഉടമ ബഷീറിന്റെ മകൻ ഷിനാഫ് എവിടെയെന്ന് ചോദിച്ച് ആക്രോശിച്ചുകൊണ്ടെത്തിയ ഹരീഷ് പിന്നീട് കാട്ടിയ പരാക്രമമാണിത്. മകനെ കിട്ടാത്ത ദേഷ്യത്തിന് ബേക്കറി ഉടമ ബഷീറിനെ ക്രൂരമായി ആക്രമിച്ചു. പിന്നീട് ബേക്കറിക്കുള്ളിൽ കയറി സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തു. ഭാര്യ ഹസീനയെ വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമമുണ്ടായി. അവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ക്രൂരമായി മർദ്ദനമേറ്റ ബഷീർ സംഭവ സ്ഥലത്ത് തന്നെ ബോധരഹിതനായി. ബേക്കറിക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങളിൽ എത്രത്തോളം ഭയാനകമാണ് അവസ്ഥയെന്ന് മനസ്സിലാകും. അക്രമിയായ ഹരീഷും കൂട്ടാളിയും സ്ഥലം വിട്ട ശേഷം ഉടൻ തന്നെ ബഷീറിനെയും ഭാര്യയെയും ആശുപത്രിയിൽ എത്തിച്ചു. ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ബഷീർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ ചായ കുടിക്കാനെത്തിയ ഹരീഷ് സമീപത്തിരുന്ന മറ്റൊരു സംഘത്തിന്റെ ദേഹത്തേക്ക് തിളച്ച ചായ ഒഴിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇത് ബേക്കറി ഉടമയുടെ മകൻ ഷിനാഫ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പകയാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം. സംഭവത്തിൽ തൃശൂർ കാട്ടൂരിലെ ഗുണ്ടാ നേതാവായ ഹരീഷിനും സുഹൃത്തിനുമെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. 40ഓളം കേസുകളിൽ പ്രതിയാണ് ഹരീഷ് എന്നാണ് വിവരം. നേരത്തെ ഇയാളെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു. തുടർന്ന് ജയിൽ മോചിതനായ ശേഷം ചേരാനെല്ലൂർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ശുഭദിനം.